ശ്രീ ജിൻഡോ ജോൺ, അനാവശ്യമായൊരു നെഗറ്റിവിറ്റി ഇക്കാര്യത്തിൽ പ്രതിപക്ഷം പുലർത്തുന്നുണ്ടോ? ഇപ്പോൾ ശശി തരൂരിൻ്റെ ലേഖനം, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ കോളം വായിക്കുന്നവർ വായിച്ചു പോവുക എന്നുള്ള നിലയിൽ അങ്ങ് കടന്നു പോയേനെ. പക്ഷേ അതിന് വല്ലാതെ പ്രാധാന്യം കൊടുത്ത് ഇത്ര വലിയ ചർച്ചയാക്കി കേരളത്തിലൊന്നും നടക്കുന്നില്ല എന്ന മട്ടിൽ അവതരിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം ആദ്യം ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഇപ്പോഴില്ല, 2021 അത് നിർത്തലാക്കി, ലോകബാങ്ക് ഡാറ്റ മാനിപ്പുലേഷൻ കണ്ടെത്തിയതിനെ തുടർന്ന് നിർത്തലാക്കി, അപ്പോൾ ഇല്ലാത്തൊരു കാര്യമാണ് പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കോട്ട് ചെയ്തതായാലും മന്ത്രി പി രാജീവ് പറഞ്ഞതായാലും കൊമേഴ്സ് മിനിസ്ട്രിയുടെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൊമേഴ്സ് മിനിസ്ട്രിയുടെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ BRAP റാങ്കിങ്ങിനെ കുറിച്ചാണ്. അതിൽ കേരളം അച്ചീവർമാരുടെ പട്ടികയിൽ പല രംഗത്തും വന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും അതങ്ങനെ സംഭവിച്ചു എന്ന് പറയും. കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപം വരാൻ അതങ്ങനെ മാർക്കറ്റ് ചെയ്യും. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്നതല്ലേ? അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ള നിലയിലേക്ക് പ്രതിപക്ഷം പോകുന്നത് എന്തിനാണ്? അതിൻ്റെ കാര്യമുണ്ടോ? അഭിലാഷേ, ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം, എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. ഇവിടെ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം കാര്യം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അത് ഏറ്റെടുത്തിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാദം, അതിൽ പറയുന്ന മുഴുവൻ വാദങ്ങളും അവർ അംഗീകരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇങ്ങനെ മുൻപ് ഇത്തരം സാഹചര്യം ഉണ്ടായില്ല. ഇപ്പോൾ മാറ്റമുണ്ടെങ്കിൽ ആ മാറ്റം ആദ്യം സംഭവിച്ചിരിക്കുന്നത് CPM എന്ന് പറഞ്ഞ പാർട്ടിക്കാണ്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നടന്നാൽ, അതായത് വ്യവസായ സൗഹൃദമാകണം, വ്യവസായികളെ ആകർഷിക്കണം, ഇവിടെ തനതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരണം, ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ വെൽക്കം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വലത് വ്യതിയാനം എന്നുള്ള ഓമന പേരിട്ട് സമരം ചെയ്ത ആളുകൾ ഇന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം. പക്ഷേ അതിലെ ഫാക്റ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്, കണക്കുകളാണ് പരിശോധിക്കുന്നത്. പിന്നെ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റെഡ് ഫ്ലാഗ് കൊണ്ട്, സമരം കൊണ്ട്, മുദ്രാവാക്യം കൊണ്ട് ഒന്നും നടത്താൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട്, സംരംഭകരെ കൊണ്ടാണ് വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ബംഗാളിലെ തിരിച്ചറിവ് CPM വന്നിരിക്കുന്നു എന്നാണ്. ബംഗാളിലെ തിരിച്ചറിവ് CPM വന്നിരിക്കുന്നു എന്നാണ് കേരളത്തിൽ. അതിൻ്റെ അർത്ഥം മറ്റേ നമ്മുടെ എലപ്പുള്ളിയിൽ മദ്യ കമ്പനി കൊണ്ടുവരുന്ന ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്ന അതിലായിരിക്കും. അപ്പോൾ ശശി തരൂരിൻ്റെ ലേഖനത്തെ അവർ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവൻ കാര്യം എൻഡോഴ്സ് ചെയ്യണം. ഞങ്ങൾ ശശി തരൂരിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിലാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ. അതായത് 3 ലക്ഷം സംരംഭകർ കേരളത്തിൽ വന്നു എന്നുള്ള വ്യവസായ മന്ത്രി അടക്കം പറയുന്നത് പുതുതായിട്ട്. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ഈ 3 ലക്ഷം സംരംഭകർ എന്നുള്ളത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ MSME നയത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രേഡ് ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ കൂടി MSMEയിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 40-50% ആളുകൾ അങ്ങനെയാണ് കയറി വരുന്നത്. ആ എണ്ണമൊക്കെ കൂട്ടിയിട്ട് പറയാം, കേരളത്തിൽ 3 ലക്ഷം സംരംഭകർ വന്നു എന്ന് പറഞ്ഞാൽ ഈ സംരംഭകരൊക്കെ വന്നിട്ട് സംരംഭകൻ തന്നെയല്ലല്ലോ പണിയെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ജോബ് ക്രിയേഷൻ ഉണ്ടാകണം. എത്ര ആളുകൾക്ക് ഇവിടെ തൊഴിൽ പുതിയതായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം വ്യവസായ മന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തി. അദ്ദേഹം ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റ് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. ഒരു ഉദാഹരണത്തിന് പറവൂർ മണ്ഡലത്തിലെ സംരംഭങ്ങളുടെ കാര്യമാണ് അദ്ദേഹം ഉദാഹരിച്ചത്. ജിയോ ടാഗിങ് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ സംരംഭങ്ങളാണ്? ഇത് പുതിയതാണോ, മുമ്പേ ഉണ്ടായിരുന്നതാണോ, പെട്ടിക്കട പുതിയ സംരംഭമായി പേര് ചേർത്തതാണോ? ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ മാനുഫാക്ചറിങ് സെക്ടറിലുള്ളവ ഏതാണ്, സർവീസ് സെക്ടറിലുള്ള ഏതാണ്, താങ്കൾ പറഞ്ഞ ട്രേഡിൽ ഏതാണ്, ഇതൊക്കെ സെപ്പറേറ്റ് കാണിക്കുന്ന വിധത്തിലുള്ള പട്ടിക ഗവൺമെന്റിന്റെ കയ്യിലുള്ളപ്പോൾ ആ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് മുൻവിധിയോടുകൂടി ഇതൊക്കെ പഴയ പെട്ടിക്കട പേര് മാറ്റിയതായിരിക്കുമെന്ന് നിലപാടെടുക്കേണ്ട കാര്യമുണ്ടോ? അല്ല അഭിലാഷ്, അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ നരേന്ദ്രമോദി സർക്കാർ 2014 ശേഷം അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഈ രാജ്യത്ത് മൊത്തത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. കുക്ക്ഡ് അപ്പ് ഡാറ്റയാണ് നമ്മുടെ മുമ്പിൽ കിട്ടുന്നത്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഡാറ്റകൾ മുഴുവൻ അതാണ്. അതിന് സമാനമാണ് കേരളത്തിലെ സർക്കാർ പറയുന്നത്. ഇവർ നമ്മുടെ മുമ്പിൽ ഇതിനു മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓരോ ഡാറ്റയും നോക്കൂ. കോവിഡ് മരണവുമായി ബന്ധപ്പെട്ട്, കോവിഡ് രോഗികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഓരോ കാര്യത്തിലും നമ്മുടെ മുമ്പിൽ ഇതിനു മുമ്പ് സർക്കാർ തന്നിട്ടുള്ള ഡാറ്റകൾ മുഴുവൻ കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് ആയിരുന്നു എന്ന് നമുക്ക് വെളിവാക്കപ്പെട്ടതല്ലേ. അതിന്റെ സത്യം പിന്നീട് തെളിയിക്കപ്പെട്ടപ്പോൾ ആരും അതിന്റെ പുറകിലേക്ക് ചർച്ച ചെയ്യുന്നില്ല. ഇവിടെയുള്ള പ്രശ്നം, ഉദ്യം രജിസ്ട്രേഷൻ വേണം. K-Swift രജിസ്ട്രേഷൻ എടുത്താൽ 2 മിനിറ്റ് കൊണ്ട് K-Swift എടുക്കാൻ പറ്റില്ല. ഞാൻ എടുത്തിട്ടുള്ള ആളാണ്, അതുകൊണ്ട് നടക്കില്ല. അത് വേറൊരു യാഥാർത്ഥ്യം. എന്തായാലും വ്യവസായ മന്ത്രി അവകാശപ്പെടുന്നത് പോലെ K-Swift രജിസ്ട്രേഷൻ എടുത്താൽ സംരംഭം തുടങ്ങി എന്നങ്ങ് വെറുതെ അങ്ങ് പറയാണ്. അങ്ങനെ എങ്ങനെ സംരംഭം തുടങ്ങാൻ പറ്റുക? അയാൾക്ക് എവിടുന്ന അതിനുള്ള മൂലധനം കിട്ടുന്നത്? എവിടെയാണ് സംരംഭം തുടങ്ങുന്നത്? അതിനുശേഷം ഈ നോക്കുകൂലി ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. യാഥാർത്ഥ്യങ്ങളെ കാണാതെ എണ്ണം മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ എണ്ണത്തിൽ കുഴപ്പമുണ്ട്. ഇന്ന് വ്യവസായ മന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്കതൊന്ന് ചകഞ്ഞ് പരിശോധിക്കാം. മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കണക്കുകളും നമ്മൾ പരിശോധിച്ചപ്പോഴും ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ കേരളത്തിനെതിരാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ യാഥാർത്ഥ്യം
പറയണ്ടേ? നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ നയവ്യതിയാനങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, എന്തെങ്കിലും ജനവിരുദ്ധ നയങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, നരേന്ദ്രമോദിയെ വിമർശിച്ചാൽ, BJPയെ വിമർശിച്ചാൽ അതപ്പോൾ രാജ്യത്തിനെതിരാണ് എന്ന് പറയുന്ന ഒരു നെറേറ്റീവ് തന്നെയാണ്. നമ്മൾ കേരളത്തിലെ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ പറഞ്ഞാൽ അപ്പൊ കേരളത്തിനെതിരാണെന്ന്. അപ്പൊ ഞങ്ങൾക്കായിരിക്കും കേരളത്തിലെ കണക്കുകളെ കുറിച്ച് ചോദിക്കണ്ടേ? ഞങ്ങളുടെ മുമ്പിൽ കിട്ടിയിട്ടുള്ള കഴിഞ്ഞ 8-8.5 വർഷക്കാലത്തെ ഓരോ കണക്കുകളും ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു. ഇവർ വലിയ വിസ്ഫോടനം നടന്നു എന്ന് പറഞ്ഞാൽ അഭിലാഷ് അതിന് മറുപടി പറയണം. കേരളത്തിലെ ചെറുപ്പക്കാർ, തൊഴിലില്ലാത്തവരുടെ എണ്ണം 29.9%. അപ്പൊ ഈ ചെറുപ്പക്കാർക്ക് എവിടെയാ തൊഴിൽ കിട്ടാതെ പോയത്? ഇത്രയധികം സംരംഭങ്ങൾ പുതിയതായിട്ട് വന്നെങ്കിൽ എന്തുകൊണ്ട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നില്ല? എങ്ങനെ ഈ ഇത്രയും സംരംഭങ്ങൾ വരുമ്പോൾ കുറഞ്ഞത് ഒരു സംരംഭത്തിൽ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് എങ്കിലും ഉണ്ടെന്ന് വിചാരിക്കും, ആവറേജ് കണക്ക് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 30,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരണമല്ലോ. അതിന് തത്തുല്യമായിട്ടുള്ള ഒരു മണി സർക്കുലേഷൻ കേരളത്തിന്റെ ഇക്കോണമിയിൽ ഉണ്ടാകണ്ടേ? അങ്ങനെ ഒരു GDP അതിന്റെ വർധന ഉണ്ടാകണ്ടേ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 3.8% സ്റ്റാഗ്നന്റ് ആയിട്ട് നിൽക്കുക കേരളത്തിന്റെ GDP. അതായത് കേരളത്തിൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളുടെ സാധാരണക്കാരുടെ നിത്യനിദാനമായിട്ടുള്ള ജീവിതത്തിൽ അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവണം. അവർക്ക് തൊഴിൽ കിട്ടണം, അവർക്ക് കൂലി വർധന ഉണ്ടാവണം, കൂടുതൽ പണം മാർക്കറ്റിൽ വരണം, ഇവിടുത്തെ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഇക്കണോമി സിസ്റ്റത്തെ മാറ്റം വരുത്തണം. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ സർക്കാർ പുറത്തുവിടുന്ന കണക്കിൽ മാത്രം കണ്ട് ഇക്കിളിപ്പെട്ടിരുന്നാൽ സമൂഹത്തിൽ മാറ്റമില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മൾ അറിയുമ്പോഴത്തേനും കാലം കുറെ കഴിഞ്ഞു പോകും. ശരി, ഓക്കെ, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്.